നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കെ സുധാകരനും അടൂർ പ്രകാശിനും സീറ്റില്ല. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നിർദ്ദേശപ്രകാരമാണ് തീരുമാനം. 5 സീറ്റുകൾ മാറ്റിവെച്ച് ബാക്കി 35 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ ഇന്ന് രാവിലെ പ്രഖ്യാപിക്കുമെന്ന് സണ്ണി ജോസഫ് പറഞ്ഞു. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് സ്ക്രീനിംഗ് കമ്മിറ്റിയും സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയും വിശദമായ ചർച്ചകൾ നടത്തി. ചുരുങ്ങിയ സീറ്റുകളിൽ ഒഴിച്ച് ബാക്കി എല്ലാ സീറ്റുകളിലും തീരുമാനമെടുത്തിട്ടുണ്ട്. അവശേഷിക്കുന്ന 4-5 സീറ്റുകളിൽ ചർച്ചകൾ പൂർത്തീകരിച്ചു. തീരുമാനമെടുക്കാൻ കേന്ദ്ര നേതൃത്വത്തെ ചുമതലപ്പെടുത്തി. ആ തീരുമാനങ്ങൾ കോൺഗ്രസ് പാർട്ടിക്ക് ഏറ്റവും കരുത്തു പകരുന്ന തീരുമാനമാണ്. നല്ല സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാൻ സാധിച്ചു. ഞങ്ങൾ പേരുകൾ ഇപ്പോൾ പറയുന്നില്ല, അത് AICCയുടെ പത്രക്കുറിപ്പിൽ. വിവരങ്ങളുമായി ഹാൻസ് ജോൺ തിരുവനന്തപുരത്ത് തത്സമയം ചേർന്നുണ്ട്. ഹാൻസ്, ഗുഡ് മോർണിംഗ്. കോൺഗ്രസിന്റെ 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ടുള്ള അനിശ്ചിതത്വങ്ങൾ തുടങ്ങിയിട്ട് മണിക്കൂറുകളായി. ഇന്നലെ ഒരു രാത്രി മുഴുവൻ, രാത്രിയും പകലുമായി നീണ്ടുനിന്ന മാരത്തൺ ചർച്ചകൾ, പുലരുവോളം ചർച്ചകൾ നടന്നു. മല്ലികാർജ്ജുൻ ഖാർഗെ അനുനയിപ്പിക്കാൻ പിന്നീട് രാഹുൽ ഗാന്ധിക്ക് വരെ നേരിട്ടെത്തേണ്ടി വന്നു. എന്നിട്ടും ഖാർഗെ അയഞ്ഞില്ല. ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് എന്താ മനസ്സിലാക്കേണ്ടത്? കണ്ണൂരും കോന്നിയും ഒഴിച്ചിട്ടുകൊണ്ടുള്ളൊരു പട്ടിക ഇന്ന് വരും എന്ന് തന്നെയാണോ? സണ്ണി ജോസഫിന്റെ വാക്കിൽ നിന്ന് അങ്ങനെ വേണം മനസ്സിലാക്കാൻ, അല്ലേ? തീർച്ചയായും സേതു, തർക്കം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ MP-മാരുടെ സമ്മർദ്ദത്തിന് ഹൈക്കമാൻഡ് വഴങ്ങിയോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇന്നേ അറിയാൻ കഴിയൂ. കാരണം സണ്ണി ജോസഫ് പുലർച്ചെ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് കോൺഗ്രസിന്റെ 2ാം പട്ടിക വരും. പക്ഷെ അതുപോലും അന്തിമമല്ല. 40 സീറ്റുകളുടെ പട്ടികയാണ് ഇനി പുറത്തു വരേണ്ടത്. ഇതിനോടകം തന്നെ 55 സീറ്റുകളുടെ പട്ടിക കോൺഗ്രസ് നേതൃത്വം പുറത്തുവിട്ടിരുന്നു. 95 സീറ്റുകളിൽ ഇനി 40 സീറ്റുകൾ വരണം. പക്ഷേ അപ്പോൾ പോലും 35 സീറ്റുകളിലെ ഒരു സ്ഥാനാർത്ഥി നിർണയം മാത്രമായിരിക്കും ഇന്ന് പ്രഖ്യാപിക്കുക എന്നുള്ള സൂചന തന്നെയാണ് KPCC പ്രസിഡന്റ് നൽകിയത്. പക്ഷേ ഈ ഒഴിച്ചിടുന്ന 5 സീറ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യം നിർണായകമാണ്. ഈ കണ്ണൂരും കോന്നിയും അടക്കമുള്ള തർക്ക സീറ്റുകൾ ഇപ്പോഴും ഒഴിച്ചിടുകയാണെങ്കിൽ അവിടെ MP-മാരുടെ സമ്മർദ്ദത്തിന് ഹൈക്കമാൻഡ് വഴങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ MP-മാരുടെ സമ്മർദ്ദം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അത് ഇന്ന് രാവിലെ ആ പട്ടിക പുറത്തു വന്നതിന് ശേഷം മാത്രമായിരിക്കും അറിയാൻ കഴിയുക. പക്ഷേ അതേസമയം കണ്ണൂരും കോന്നിയും പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ടെങ്കിൽ അവിടെ ആരൊക്കെ മത്സരിക്കും എന്നുള്ളതും നിർണായകമാണ്. കാരണം കഴിഞ്ഞ ദിവസം ഈ യോഗം നടന്നപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കൃത്യമായ നിലപാട് സ്വീകരിച്ചിരുന്നു, MP-മാർ മത്സരിക്കേണ്ട എന്നുള്ളത്. അപ്പോൾ തന്നെ MP-മാർക്ക് സൗകര്യപ്രദമായിട്ടുള്ള സ്ഥാനാർത്ഥികൾ ഉണ്ടെങ്കിൽ അവർ ആരൊക്കെയാണ്, അവരുടെ പേര് നിർദ്ദേശിക്കാനുള്ള ഒരു കാര്യം കൂടി മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഭാഗത്തുനിന്നും ഒപ്പം തന്നെ കേരളത്തിൽ നിന്നുള്ള നേതാക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ കണ്ണൂർ TO മോഹനനായിരിക്കും മത്സരിക്കുക. കണ്ണൂർ കോർപ്പറേഷന്റെ മുൻ മേയറായിരുന്നു TO മോഹനൻ. അങ്ങനെയാണെങ്കിൽ കണ്ണൂർ മണ്ഡലത്തിൽ അദ്ദേഹം മത്സരിക്കും. ഒപ്പം തന്നെ കോന്നി മണ്ഡലത്തിൽ അവിടുത്തെ DCC പ്രസിഡന്റായിട്ടുള്ള, പത്തനംതിട്ട DCC അധ്യക്ഷനായിട്ടുള്ള സതീഷ് കൊച്ചുപറമ്പിലായിരിക്കും വരിക. പിന്നീട് തർക്കമുള്ള സീറ്റാണ് കൊച്ചിയിൽ ആരാണ് മത്സരിക്കുക എന്നുള്ളതിൽ ഇപ്പോഴും ഒരു അനിശ്ചിതത്വം തുടരുകയാണ്. ദീപ്തി മേരി വർഗീസും ഒപ്പം തന്നെ മുഹമ്മദ് ഷിയാസും, എറണാകുളത്തെ DCC അധ്യക്ഷനായിട്ടുള്ള മുഹമ്മദ് ഷിയാസും മത്സരിക്കുന്നതിനുള്ള അഭ്യൂഹങ്ങൾ ഉയർന്നുണ്ടായിരുന്നു. അവരിൽ ആരായിരിക്കും ഇനിയിപ്പോൾ കൊച്ചി മണ്ഡലത്തിൽ മത്സരിക്കുക എന്നുള്ള കാര്യത്തിലും ഒരു തീരുമാനം അറിയേണ്ടത്. പിന്നീടുള്ളത് പെരുമ്പാവൂർ മണ്ഡലമാണ്. സിറ്റിംഗ് MLA ആയിട്ടുള്ള എൽദോസ് കുന്നപ്പള്ളിയെ മത്സരിപ്പിക്കേണ്ട എന്നുള്ള തീരുമാനത്തിലാണ് AICC ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ സീറ്റിൽ ആര് മത്സരിക്കും, അല്ലെങ്കിൽ ആ സീറ്റിൽ ഒരു പട്ടിക, അവിടെ ഏത് സ്ഥാനാർത്ഥിയായിരിക്കും വരിക എന്നുള്ള കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടാകുമോ എന്നാണ് അറിയേണ്ടത്. അതേസമയം ബാക്കി 35 സീറ്റുകളിലും ആരൊക്കെ മത്സരിക്കും എന്നുള്ള കാര്യത്തിൽ ഇന്ന് ഒരു അന്തിമ തീരുമാനമുണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. കാരണം തിരുവനന്തപുരത്തും ഇത്തരത്തിൽ തർക്കം നിലനിൽക്കുന്നുണ്ട്. 3 സീറ്റുകൾ ഒഴിച്ച് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും തന്നെ കോൺഗ്രസിന് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ പ്രഖ്യാപനം നടത്താൻ കഴിഞ്ഞിട്ടില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെ തിരുവനന്തപുരത്തെ തലസ്ഥാനത്തെ മണ്ഡലങ്ങളിൽ ഏതൊക്കെ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കും എന്നുള്ള കാര്യത്തിലും ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. കാരണം നേമത്ത് മത്സരിക്കാൻ KS ശബരിനാഥനോട് ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹത്തിന് അരുവിക്കരയായിരുന്നു താല്പര്യം. പക്ഷേ അരുവിക്കര നൽകാൻ തയ്യാറായിട്ടില്ല. അരുവിക്കരയ്ക്കും വേണ്ടിയും ഒരു മത്സരം നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെയും ഒരു തർക്കം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരത്തെ ഏതൊക്കെ മണ്ഡലങ്ങളിൽ ഇന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും എന്നുള്ള കാര്യത്തിലും അറിയേണ്ടതുണ്ട്. എന്തായാലും ഈ തർക്കം അവസാനിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശ പട്ടിക ഇങ്ങനെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കഴിഞ്ഞ ദിവസമൊക്കെ സംസാരിച്ച കണക്കാണെങ്കിൽ ഇപ്പം കൊച്ചി സീറ്റിന്റെ കാര്യത്തിൽ ദീപ്തി മേരി വർഗീസ് പോസ്റ്റ് ഒട്ടിച്ച് ദീപ്തി മേരി വർഗീസ് ഉണ്ട്.
മുഹമ്മദ് ഷിയാസിന് വേണ്ടിയിട്ട് VD സതീശൻ പിടിമുറുക്കുന്നുണ്ടായിരുന്നു. ഇപ്പം ഒടുവിൽ ഈ VD സതീശന്റെ പിടിവാശിക്ക് മുന്നിൽ അയയാൻ പോകുന്നു എന്ന തരത്തിൽ വാർത്തകളൊക്കെ വന്നു. ഇതേ വിഷയത്തിൽ, കൊച്ചിയുടെ അതേ വിഷയത്തിൽ KCയും VD സതീശനും തമ്മിൽ ഈ ഇടയ്ക്ക് അവർ തമ്മിലുള്ള ആശയ സംഘടനം ഉണ്ടായി എന്നും ഈ വാർത്തകൾ ഒരുപാട് വരുന്നുണ്ട്. എന്നാൽ ഈ നേതാക്കളൊക്കെയും പറഞ്ഞത് ഞങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പം ഇന്ന് തന്നെ പുലർച്ചെ മാധ്യമങ്ങളോട് ഈ VD സതീശൻ സംസാരിച്ചത് കോൺഗ്രസിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല, പട്ടിക ഉടൻ തന്നെ പുറത്തു വരുമെന്നാണ്. അപ്പം അതായത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇന്ന് ഈ കൊച്ചിയും അതേപോലെ തന്നെ എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിൽ അടക്കമുള്ള തീരുമാനങ്ങൾ, സന്ദീപ് വാര്യർക്കെതിരെ പ്രാദേശിക പ്രശ്നങ്ങൾ നിൽക്കുന്നു. പ്രാദേശിക പ്രശ്നം എന്ന് വെച്ചാൽ അത് ഏറ്റവും രൂക്ഷം എന്ന് പറയുന്നത് ഇന്നലെ അവിടുത്തെ DCC പ്രസിഡന്റ് തന്നെ വന്നിട്ട് മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് ഈ സന്ദീപ് വാര്യർക്കെതിരെ. അപ്പം അത്ര കണ്ട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആ പ്രശ്നങ്ങളെ ഒന്നും വകവയ്ക്കാതെ നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇപ്പം ആറന്മുളയിൽ അബിൻ വർക്കി തുടങ്ങിയ കാര്യങ്ങളിലൊക്കെയും പട്ടിക ഇന്ന് രാവിലെ ഉണ്ടാകും. പക്ഷേ ഈ കോന്നിയും അതേപോലെ കണ്ണൂരും ഒഴിച്ചിടും. അങ്ങനെയാണോ? സേതു, ആ കാര്യത്തിലാണ് ഒരു വ്യക്തത വരേണ്ടത്. കാരണം ഈ 5 തർക്ക സീറ്റുകൾ അല്ലെങ്കിൽ ഈ 5 സീറ്റുകൾ ഒഴിച്ച് ബാക്കി 35 സീറ്റുകളിൽ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കും അല്ലെങ്കിൽ ആ പട്ടിക പുറത്തുവിടും എന്ന് പറയുമ്പോൾ പോലും ഈ 5 സീറ്റുകൾ ഏതാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. കാരണം ഈ കണ്ണൂർ, ഈ പറഞ്ഞതുപോലെ കണ്ണൂർ, കോന്നി, കൊച്ചി, ഈ പെരുമ്പാവൂർ, ഒപ്പം തന്നെ ആറന്മുള മണ്ഡലങ്ങളിലെല്ലാം തന്നെ തർക്കം നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ തിരുവനന്തപുരത്തെ ഏതാനും മണ്ഡലങ്ങളിലും തർക്കം നിലനിൽക്കുന്നുണ്ട്. ഈ തർക്ക സീറ്റുകളാണ് ഒഴിച്ചിട്ടുകൊണ്ട് ബാക്കിയിടങ്ങളിലുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമോ, അതോ ഈ തർക്ക സീറ്റുകൾ, ഈ 35 പേരെ പുറത്തുവിടുന്നതിൽ ഈ തർക്ക സീറ്റുകൾ ഉൾപ്പെടുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. അത് വരുന്ന മണിക്കൂറുകളിൽ അതുമായി ബന്ധപ്പെട്ട വ്യക്തത വരുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അതേസമയം ഈ 35 സീറ്റുകളിൽ തർക്ക സീറ്റുകളും ഉൾപ്പെടുകയാണെങ്കിൽ അതിൻ്റെ ഏകദേശം ഒരു സ്ഥാനാർത്ഥി പട്ടിക ആയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിലേക്കായിരുന്നു ഞാൻ നേരത്തെ വന്നത്. കാരണം ഈ കണ്ണൂരിൽ TO മോഹനൻ, കോന്നിയിൽ സതീഷ് കൊച്ചുപറമ്പിൽ, നേമത്ത് KS ശബരിനാഥൻ, VS ശിവകുമാർ അരുവിക്കരയിൽ മത്സരിക്കും. കഴക്കൂട്ടത്ത് T ശരത്ചന്ദ്ര പ്രസാദ്. ശരി, അപ്പൊ ഇന്നിപ്പോ രാവിലെ തന്നെ ഒരു സ്ഥാനാർത്ഥി പട്ടിക വരുമെന്നാണ് നേതാക്കളൊക്കെ പറഞ്ഞത്. കാത്തിരിക്കാം കോൺഗ്രസിന്റെ 2ാം ഘട്ട പട്ടികയിൽ ആരൊക്കെ ഉൾപ്പെടുമെന്ന്.